തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. വ്യാഴം അനുകൂല സ്ഥാനത്ത് ആണ്. മറ്റു ഗ്രഹങ്ങളും വലിയ ദോഷങ്ങളില്ലാതെ നിൽക്കുന്നു. 12ൽ നിൽക്കുന്ന കേതു മാത്രമാണ് ഒരു അധിക ചിലവിൻ്റെയോ അല്ലെങ്കിൽ അനാമത്ത് ചിലവിൻ്റെയോ അടയാളമായി നിൽക്കുന്നത്. ബാക്കി ഗ്രഹങ്ങൾ പൊതുവേ ഇവർക്ക് ഗുണകരമാണ്. 3ാം ഭാവത്തിൽ പോയ ശുക്രനും ബുധനും വലിയ ഗുണം ചെയ്യില്ലെങ്കിലും ചൊവ്വ അവിടെ വളരെ ബലത്തോടു കൂടി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം പ്രവർത്തനത്തിൽ കൂടുതൽ ശുഷ്കാന്തിയോടുകൂടി ഇറങ്ങിച്ചെല്ലാൻ ഇവർക്ക് സാധിക്കുന്നു. അതുവരെ ഇല്ലാത്ത ഒരു മാനസിക തയ്യാറെടുപ്പ്, ഒരു ശക്തി, ഊർജം ഇതൊക്കെ തങ്ങളുടെ തൊഴിൽ മേഖലയിലും വ്യാപാര മേഖലയിലും ഇവർക്ക് ചെലുത്താൻ സാധിക്കുന്നതുകൊണ്ട് കർമ്മമേഖല വളരെ പരിപക്വമാകുകയും പുഷ്ടി പ്രാപിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു. സഹോദരങ്ങൾക്ക് സഹായിയായി മാറുന്നു. സഹോദരങ്ങളിൽ നിന്ന് ഇവർക്കും സഹായം കിട്ടുന്നു. എന്നാൽ സഹോദരങ്ങൾക്ക് എന്തെങ്കിലും ശാരീരികമായ അവശതയോ ചെറിയ തോതിലുള്ള അപകട സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ അതുകൊണ്ട് വാഹനം സൂക്ഷിച്ച് ഓടിക്കുക, അധികം സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അതൊക്കെയാണ് ചെയ്യേണ്ടത്. തൊണ്ട അതുപോലെ തന്നെ തോളല് ഈ ഭാഗത്തൊക്കെ ചെറിയ അപകട സാധ്യതകൾ കാണുന്നുണ്ട് ഈ നക്ഷത്രക്കാർക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ പൊതുവെ ഇവർക്ക് സാമ്പത്തികമായ നേട്ടം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ആഴ്ചയുടെ മധ്യഭാഗത്തോടു കൂടി ഇവർക്ക് സാമ്പത്തികമായ നല്ല നേട്ടം കാണുന്നു. അതുകൊണ്ട് പൊതുവേ ഇവരുടെ ഈ ആഴ്ചത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ സാമ്പത്തിക വിജയവും പ്രവർത്തന വിജയവും നല്ല രീതിയിലുണ്ട്. അപകട സാധ്യതയോ രോഗാവശതയോ സഹോദരന്മാർക്കോ അടുത്ത സുഹൃത്തുക്കൾക്കോ ഈ നക്ഷത്രക്കാർക്കോ തന്നെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും വിരളമല്ല. ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 6, 7 തീയതികളാണ്.